ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ കബീർ ഹുസൈൻ സാർ, അതിഥിയായി വന്നിട്ടുള്ള ശിവരാം സാർ, പ്രൊഫസർ അഹമ്മദ് കുട്ടി സാർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഈ വേദി പങ്കിടുന്നത്. എന്തെന്നാൽ ഇന്ന് സമൂഹത്തിൽ വളരെ ഉന്നതിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നവരുമായ വ്യക്തികളുടെ കൂടെയാണ് ഈ വേദി പങ്കിടുന്നത് എന്നുകൊണ്ട് തന്നെ ഡോക്ടർ MS അബ്ദുൽ ഖാദർ എൻഡോമെന്റ് അവാർഡിന് അർഹനായ മിസ്റ്റർ ഫാജു സാഹിദിനും അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ മത്സരിച്ച മറ്റു വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായും വളരെയേറെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇത്തരമൊരു അവാർഡിന് അർഹനാവുന്നത് അറിയാം. ഇതിനോടൊപ്പം ആൾക്ക് എല്ലാ പ്രോത്സാഹനം നൽകിയ അധ്യാപകർക്കും അതുപോലെ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂടി എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ എത്ര ഉയർന്നതായാലും അതിലേക്കുള്ള യാത്ര വളരെ മനോഹരമായിരിക്കണം. നമ്മുടെ അറിവുകൾ നമ്മുടെ സമൂഹത്തിന് നല്ല മൂല്യങ്ങൾ നൽകിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനവും. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ വിജയാശംസകൾ അറിയിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് സമൂഹത്തെ അറിഞ്ഞുകൊണ്ട് ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദ്യാഭ്യാസം വെറും ഒരു അറിവ് സമ്പാദിക്കുക മാത്രമല്ല, ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ഒരു മനക്കരുത്ത് അതുകൂടി നേടിയാൽ മാത്രമേ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാനാവൂ. അപ്പൊ എല്ലാ വിദ്യാർത്ഥികൾക്കും അതിന് പ്രാപ്തമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രമുഖ വ്യക്തിത്വങ്ങൾ, സദസ്സിലും വേദിയിലും ഉള്ള പ്രൊഫസേഴ്സ്, ചീഫ് ഗസ്റ്റ്, മൈ ഡിയർ സ്റ്റുഡൻസ്, ME അലുമിനീസ്, കൊളീഗ്സ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യത്തെ തവണ ഈ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴും അതിന്റെ ഭാഗമാകാൻ സാധിച്ചിരുന്ന എനിക്ക് ഇപ്പോഴും ഈ ഒരു മഹത്തമായ ഒരു പരിപാടി എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട്, ഇത്രയും മഹത്തമായ ഒരു പരിപാടിയുടെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതിന്റെ ഇവാലുവേഷൻ കമ്മിറ്റി മുതൽ ഇന്ന് ഈ ചടങ്ങ് നടക്കുന്ന അവസരം വരെ അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിനെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു അധ്യാപിക എന്ന നിലയിൽ, ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി എന്ന നിലയിൽ ഏതൊക്കെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടോ അതിന്റെ എല്ലാം ഒരു നേർചിത്രം, അതിന്റെ എല്ലാം വളരെ വിശാലമായ ഒരു മാതൃക ഇന്ന് നമുക്കിവിടെ തുറന്ന് അവതരിപ്പിക്കപ്പെട്ടു സാറിലൂടെ. മാത്രമല്ല സാറിന്റെ ഫാമിലിയിലൂടെ എന്നുകൂടി വേണം പറയാൻ. സാർ ഒരു വളരെ സാത്വികമായ ഒരു ജീവിതം ജീവിച്ച് ഇവിടെ നിന്ന് എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കെ തന്നെ അതിനെ വരും തലമുറയിലേക്ക് എങ്ങനെയാണോ അതിനെ ഏറ്റവും ലളിതമായി ഏറ്റവും കാര്യക്ഷമമായി അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നതിന്റെ ഒരു മാതൃക കൂടി ആ കുടുംബം ഏറ്റെടുത്തു എന്നുള്ളിടത്താണ് സാറിനെയും കുടുംബത്തെയും ഞാൻ ഒരുപോലെ ഈ അവസരത്തിൽ മഹത്വവൽക്കരിക്കുന്നത്. ഇത് നമുക്ക് വളരെ വിരളമായി അത്രയധികം ഒരു എനിക്ക് തോന്നുന്നു ഈ കുടുംബം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ME അലുമിനീസും അതിന്റെ പിന്നിൽ വളരെയധികം സപ്പോർട്ടും ഒരു മോട്ടിവേഷനും കൊടുത്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും ഒരു വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് അതിന്റെ ഒരു ഇവാലുവേഷൻ സ്റ്റേജിൽ ഞങ്ങളെ ഏൽപ്പിച്ചത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ, ആ ഒരു ദൗത്യം നിർവഹിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ഓരോ സിറ്റിങ്ങിലും വളരെയധികം മീറ്റിംഗ്സ് ഞങ്ങൾ അതിനുവേണ്ടി കൂടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓരോ മീറ്റിങ്ങിലും ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആശങ്ക, ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആശങ്ക, അതിനെ യഥാർത്ഥത്തിൽ അതിനോട് അത്രയധികം നീതി പുലർത്താൻ സാധിച്ചോ എന്നുള്ളതാണ്. അപ്പോ എനിക്ക് നിങ്ങളെ കുട്ടികളോട് പറയാനുള്ളത്, ഇതിന്റെ ഒരു അവാർഡ് വിന്നറായ ഒരു കുട്ടി ഇവിടെ നമ്മൾ പേരിൽ
എല്ലാ അഭിനന്ദനങ്ങളും കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും ആ ഒരു പ്രോസസ്സിൽ അപ്ലൈ ചെയ്ത നിങ്ങൾ ഓരോരുത്തരും ഫജു സാലിഹിനോടൊപ്പം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഫജു സാലിഹിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പക്ഷെ ആ കുട്ടികളെ ഓരോരുത്തരെയും, അതിന് മുന്നിട്ട് വന്ന ആ ഒരു കുട്ടികളെ ഓരോരുത്തരെയും അതേ വെയിറ്റേജ് കൊടുത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഹാപ്പി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ബെസ്റ്റ് വിഷസ് ടു ഓൾ ഓഫ് യു. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നത്, ആക്ച്വലി നമ്മുടെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ നമുക്ക് ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്നത് AICTE, നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന സൊസൈറ്റിയാണ്. AICTE ഒരു എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ നമുക്ക് ഓഫർ ചെയ്യുമ്പോൾ അവരതിന് 12 എന്താ പറയാ ഔട്ട്കംസ്, ഒരു കുട്ടി ഒരു എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ ആ കുട്ടിയിൽ നിന്ന്, ആ വിദ്യാർത്ഥിയിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആകുമ്പോൾ 12 ഔട്ട്കംസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതിനകത്ത് എഞ്ചിനീയറിംഗ് നോളജ് ഉണ്ട്, അനാലിസിസ് സ്കില്ലുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അതിനകത്ത് 6ാമതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൊസൈറ്റി എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ സിലബസ് കരിക്കുലം എല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു എലമെന്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെങ്കിലും സത്യത്തിൽ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ, നമ്മുടെ ലിമിറ്റഡ് അവേഴ്സിൽ അത് നമ്മൾക്ക് പ്രാവർത്തികമാകാനുള്ള അധികം വേദികൾ നമ്മുടെ ക്യാമ്പസിൽ നമുക്ക് ലഭിക്കുന്നില്ല. തീർച്ചയായിട്ടും ചുരുക്കം ചില ക്ലബുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ തന്നെയും അതൊരു ആ ഒരു കർത്തവ്യം ഏറ്റെടുത്ത് നമ്മളുടെ തന്നെ അലുമിനി മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് ആ ഒരു കർത്തവ്യം മാത്രം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആൻഡ് പ്രൊഫഷണൽ കരിയർ, ആ ഒരു കമ്മിറ്റ്മെന്റ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു അലുമിനിയെ മുന്നോട്ട് വരിക എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ ഒരു മൈൻഡ് സെറ്റും അവരുടെ ഒരു ഡിവോഷനും നമുക്ക് എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല. അപ്പൊ എന്റെ സെക്കൻഡ് അപ്ലോസ് ഞാൻ കൊടുക്കുന്നത് MAയുടെ അലുമിനിക്കാണ്. Great applause to all the alumni who are here and who are listening to us from various points. ഈ ഒരു കമ്മിറ്റിക്കും ഈ ഒരു കമ്മ്യൂണിറ്റിക്കും എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ശിവരാജ് സാറിന്റെ വാക്കുകൾ വളരെ വാല്യുബിൾ ആയിരുന്നു. നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് ടീച്ചേഴ്സിനും വളരെയധികം പ്രചോദനം ഉൾക്കൊള്ളുന്നതായിരുന്നു. സാറിനെ ഞാൻ കോളേജിലേക്ക് കൂടി ഈ അവസരത്തിൽ ഒരു ദിവസം ഇൻവൈറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും സാർ നമ്മുടെ കൂടെ ഒരു ദിവസം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, പിന്നീട് ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നമസ്കാരം. മാതാപിതാക്കളോട് നമ്മുടെ കടമ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എത്ര തിരിച്ചു കൊടുത്താലും അത് മതിയാവുകയില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർ നമുക്ക് ചെയ്തു തന്നതിന് ഒരിക്കലും നമുക്ക് അതേ അളവിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഖുർആനിലൊരു നമ്മൾ പ്രാർത്ഥന പറയാറുണ്ട്, റബ്ബിർ ഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതായത് അതിൽ പറയുന്ന വെച്ചാൽ ചെറുപ്പത്തിലെ നമ്മളെ അവരെങ്ങനെയാണോ കരുണയോടുകൂടി നോക്കിയത് അതുപോലെ തന്നെ റബ്ബേ നീ അവർക്കും കരുണ കൊടുക്കണേ, കരുണ ചെയ്യണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് അത്. അത് കഴിഞ്ഞ് അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മക്കളുടെ പ്രാർത്ഥന തീർച്ചയായും അവർക്ക് കിട്ടും, അവരുടെ സദക്കകളും എല്ലാം കിട്ടും എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ എങ്ങനെയൊക്കെ നമുക്ക് മരിച്ചുപോയ മാതാപിതാക്കളെ ഓർമ്മിക്കാനും അവരുടെ ഓർമ്മ നിലനിർത്താനും പലതരം വഴികളുണ്ട്. അതിൽ ഈ കുടുംബം സ്വീകരിച്ചത് ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥികളുടെ ഇടയിൽ ജീവിച്ച, വളരെ സാത്വികമായി ജീവിച്ച ഒരു അധ്യാപകനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും ഇങ്ങനെയുള്ളൊരു എൻഡോമെന്റ് അവാർഡ്. അത് ഒരു വർഷമല്ല, ഇനിയുള്ള കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ പേര് കുട്ടികളുടെ ഇടയിലും അദ്ദേഹം കാണിച്ച പാതയും ഇനി വരുന്ന കാലങ്ങളിലും കുട്ടികളിലൂടെ ഇത് തുടർന്നു പോകാനുള്ള ആ ഒരു തീരുമാനം വളരെ ഒരു നല്ല തീരുമാനമായിരുന്നു. ആ കുടുംബത്തിനും അതിന് നേതൃത്വം കൊടുത്ത ജവാസ് സാറിനും അതിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സർവശക്തനായ തമ്പുരാൻ അതിന്റെ എല്ലാ പ്രതിഫലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 13 പേരാണ് ഇനീഷ്യൽ പ്രോസസ്സിൽ വന്നത്. എല്ലാവരും തന്നെ നല്ല രീതിയിൽ കാഴ്ചവെച്ചു. പക്ഷെ തീർച്ചയായും നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോ ലാസ്റ്റ് റൗണ്ടിൽ 8 പേരായിരുന്നു വന്നിരുന്നത്. എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെയാണ്. അപ്പൊ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. ഫജു സാലിഹിനെ പ്രത്യേകിച്ചും അഭിനന്ദിക്കുന്നു. പിന്നെ ഇനി വരുന്ന, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് 1-2 വർഷത്തേക്ക് മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയിട്ടല്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ, അപ്പൊ അത്
ഇനിയുടെ വരുന്ന MA വരുന്ന കുട്ടികൾക്കും ഈ ഒരു അവാർഡും ഇതിന്റെ പ്രോസസ്, നേരത്തെ പറഞ്ഞു പ്രോസസ് എന്ന് വെറും CGPA വെറും അക്കാഡമിക്സ് മാത്രമായിരുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അത് വളരെ ഒരു റെലവെന്റ് ആയിട്ടൊരു പോയിന്റ് ആയിരുന്നു. സോഷ്യൽ കമ്മിറ്റ്മെന്റ്, പിന്നെ അവരുടെ ഒരു പ്രസന്റേഷൻ ഒക്കെ പറഞ്ഞിരുന്നു, കുട്ടികളെ അവരുടെ ഐഡിയ പ്രസന്റ് ചെയ്യണം. ആ ഐഡിയയിലും നമ്മൾ ഊന്നി പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞത് സോഷ്യലി റെലവെന്റ്, അല്ലാതെ വെറുതെ ഒരു ഇതല്ല, സൊസൈറ്റിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്റ്റേഡിലെ ഏതെങ്കിലും ഒരു പാട്ടിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഐഡിയ ആയിരിക്കണം. അത് നിങ്ങളുടെ ഐഡിയയിൽ ഇവര് 3rd year സ്റ്റുഡൻസ് ആണ്, അപ്പം കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ അവരുടെ ഒരു ഐഡിയയും നോളജും വെച്ച് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതായിരുന്നു നമ്മൾ കൊടുത്തത്. അത് എല്ലാവരും തന്നെ വളരെ മനോഹരമായ രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. അപ്പോ തീർച്ചയായും ഒരാളെയാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അവർക്ക് എല്ലാവരും തന്നെ അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു, പജു സാലിനെ പ്രത്യേകിച്ചു. ഈ പ്രോഗ്രാം ഇനിയും വരുന്ന കാലങ്ങളിലും വളരെ ഭംഗിയായ രീതിയിൽ നടത്താൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും ആശംസ കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലുള്ള വിശിഷ്ടാതിഥികൾ, പിന്നെ അമ്മയുടെ ഭാര്യ, പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. അതേകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി ഉണ്ടായിട്ടുള്ള ഫാജുവിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഞാൻ ഈ നിമിഷം ഉപയോഗിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത പാർട്ടിസിപ്പേറ്റ് ചെയ്ത മറ്റ് 12 പേർക്കും വലിയൊരു കൈയ്യടി നമ്മൾ കൊടുക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ ഒരു സൊസൈറ്റിയുടെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ പലപ്പോഴും നമ്മൾ പിന്നോട്ട് വലിക്കാൻ നമ്മുടെ ഒപ്പമുള്ളവരും സൊസൈറ്റി ആണെങ്കിലും ഒക്കെ നമ്മളൊരു ഡിമോട്ടിവേഷൻ തരുന്ന ഒരു കാലത്ത് അവർ മുന്നോട്ട് വന്ന് രജിസ്റ്റർ ചെയ്യുകയും ലാസ്റ്റത്തെ സ്റ്റേജ് വരെ 8 പേര് ഉണ്ടായിരുന്നു. അപ്പോ അധികം സംസാരിക്കില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. പിന്നെ പലപ്പോഴും കോളേജുകളിലാണെങ്കിലും നമ്മുടെ കൂട്ടത്തിലാണെങ്കിലും വർത്താനത്തിന്റെ ഇടയിൽ വരുന്ന ഒരു കാര്യമാണ് എന്താണ് ME എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ME എന്ന് പറയുന്നത് വേറൊരു ഹോസ്റ്റൽ മാത്രമല്ല, ME എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മളോട് ശരിക്കും ഒരു സൊസൈറ്റിക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യണം നമ്മളോട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നെ ചോദ്യമാണ്, എന്തിനാണ് ഈ എൻഡോമെന്റ് അവാർഡ് കൊടുക്കുന്നത് എന്നുള്ളത്. എന്താണ് വെറൊരു ക്യാഷ് അവാർഡാണോ ഈ എൻഡോമെന്റ് അവാർഡ്? അതോ ഒരു ട്രോഫി മൊമെന്റോ മാത്രമാണോ ഈ എൻഡോമെന്റ് അവാർഡ്? അല്ല, അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിറ്റിയാണെന്ന് പറഞ്ഞല്ലോ, ആ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞ എൻഡോമെന്റ് അവാർഡ് എന്ന് പറയുന്നത്. അതിന്റെ നമ്മൾ ഫസ്റ്റ് കുറെ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് വിന്നറിനെ നിർണ്ണയിക്കുന്നത്. അപ്പൊ അതിൽ തുടക്കത്തിലുള്ള ഓൺലൈൻ ക്വിസ് മുതൽ ലാസ്റ്റ് വരുന്ന ഐഡിയ പ്രസന്റേഷൻ അതുവരെയുള്ള പ്രോസസ്സിന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഓരോ പ്രോസസ്സും നിങ്ങൾക്ക് നിങ്ങളെ കരിയറിലാണെങ്കിലും അക്കാഡമിക്കലി ആണെങ്കിലും പണ്ട് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് വെച്ചാൽ ഇതിലുള്ള ഓരോ പാഠങ്ങൾ പഠിച്ചിട്ട് ഇപ്പൊ ഇതിലുള്ള പാർട്ടിസിപ്പൻസ് ആണെങ്കിലും മറ്റു സീനിയേഴ്സ് ആണെങ്കിലും അത് സൊസൈറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. പിന്നെ ജൂനിയേഴ്സിന്റെ അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ അക്കാഡമിക്സ് വെറും CGPA മാത്രം ഫോക്കസ് ചെയ്യാണ്ട് മറ്റു കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ആർട്സ്, അതുപോലത്തെ മറ്റ് ടെക്നിക്കൽ ക്ലബ് ആക്ടിവിറ്റീസ് അതിലും നന്നായിട്ട് ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇന്ന് നമ്മള് സീനിയേഴ്സ് ഒന്നും ഇല്ലാത്ത ടൈമിൽ ഫസ്റ്റ് ഇയേഴ്സ് ആണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അത് പ്രത്യേകം അവരെ ഇനീഷ്യേറ്റ് ചെയ്ത് വന്നിട്ട് മീഡിയ ആണെങ്കിലും ഒക്കെ അവരെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അതിന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇതേപോലെ തന്നെ വരും പരിപാടികളും നിങ്ങളെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.